റസൂലുള്ളാഹിന്റെ ഹദീസ് സ്വീകരിക്കാത്ത ആളുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം? അവരുമായി കൊണ്ട് തോളിൽ കൈയിട്ട് നമുക്ക് ലയിക്കുക എന്നാണോ പറയേണ്ടത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മകൻ സ്ത്രീകളെ പള്ളിയിലേക്ക് വരുന്നത് തടയുന്നു എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിലേക്ക് വരാൻ തടുക്കാൻ പാടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹുവിന്റെ മകൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ പോക്കിരിയായത് കൊണ്ടല്ല, നേരെ പിടിച്ച് ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഇന്നത്തെ പോലെ ഫാഷനും അതുപോലെ തന്നെ ഒരു ആഭാസകരമായി കൊണ്ട് പള്ളിയിലേക്ക് വരുന്ന കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ തടുക്കന്നെ ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നെഞ്ചിലേക്ക് ഒരു ഇടി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു റസൂലുള്ളാഹിന്റെ ഹദീസാണ്, അതിനെതിരെ നീ പറയുന്നു തടുക്കുന്നു, വലാ ഉകല്ലിമുക അബദാ, ഞാൻ നിന്നോട് ഒരിക്കലും ഇനി മിണ്ടൂല എന്ന്. നമുക്ക് വാ തോളിൽ കൈയിട്ട് പോകാന്നില്ല. പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ്, അതും ആ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരുപാട് ന്യായങ്ങളുണ്ട്. കാരണം പെണ്ണുങ്ങൾ അത്രയും ആഭാസകരമായി കൊണ്ട് പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പോലും പ്രവാചകൻ പറഞ്ഞ ഹദീസിനെ ഒരു ഹദീസിനെ നിഷേധിച്ചപ്പോഴേക്കും സ്വന്തം മകനോട് വലാ ഉകല്ലിമുക അബദാ, ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ ഞാൻ ചുരുക്കാൻ. അപ്പൊ ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ ഇന്ന് ഈ കുറച്ചാളുകൾ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഹദീസിന്റെ സംരക്ഷകന്മാർ.